നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ഡേറ്റ എൻട്രി ഒക്കെ നടത്തുമ്പോൾ ചില സമയങ്ങളിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ അഡ്മിഷൻ ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ ഡേറ്റുകൾ എൻട്രി ചെയ്യേണ്ടി വന്നേക്കാം. ആ സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ മാനുവലായിട്ട് ഡേറ്റ എൻട്രി നടത്തുക എന്ന് പറയുന്നത് എളുപ്പമാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ കലണ്ടർ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ കലണ്ടർ ഡിസ്പ്ലേ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. എങ്ങനെയായിരിക്കും നമുക്ക് കലണ്ടർ കിട്ടുക എന്ന് നോക്കാം. കലണ്ടർ കൊടുക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ ആ റേഞ്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡേറ്റ എന്ന് പറയുന്ന മെനുവിൽ നിന്നും ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന സബ് മെനു സെലക്ട് ചെയ്യുക. ഡേറ്റ മെനുവിൽ നിന്ന് ഡേറ്റ വാലിഡേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ വലതുവശത്തായിട്ട് ഡേറ്റ വാലിഡേഷൻ റൂൾസ് എന്ന് പറയുന്ന ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അവിടെ ആഡ് റൂൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആഡ് റൂൾ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ പുതിയ ഒരു വിൻഡോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയലോഗ് വരുന്നുണ്ട്. അവിടെ ആദ്യം ഏത് റേഞ്ചിലാണ് ഈ വാലിഡേഷൻ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റേഞ്ച് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. C4 മുതൽ C19 വരെയുള്ള റേഞ്ച് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ക്രൈറ്റീരിയ എന്താണ്? ഡീഫോൾട്ട് ആയിട്ട് ഡ്രോപ്പ് ഡൗൺ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡ്രോപ്പ് ഡൗൺ അല്ല വേണ്ടിയത്. ഈസ് വാലിഡ് ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നിന്ന് ഈസ് വാലിഡ് ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നോക്കുക, അഡ്മിഷൻ ഡേറ്റ്, ആദ്യത്തെ കുട്ടിയുടെ വലതുവശത്തുള്ള അഡ്മിഷൻ ഡേറ്റിന്റെ ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ കലണ്ടർ ഡിസ്പ്ലേ ആയി. അവിടെ നിന്ന് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നു, 2/1/2024. അടുത്ത കുട്ടിയുടെ നേരെ വലതുവശത്ത് അതേപോലെ ക്ലിക്ക് ചെയ്യുന്നു, 5/1/2024. 5/1/2024 ആണ്, പക്ഷെ 1/5/2024 എന്ന് മാറിപ്പോയി. അടുത്തത് അതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, 7/2/2024. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് വളരെ വേഗത്തിൽ ഡേറ്റുകൾ എൻട്രി ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫോർമാറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഡേറ്റിന്റെ ഫോർമാറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ആ കോളങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് നമ്പർ എന്ന് പറയുന്ന സബ്മെനുവിനകത്ത് നിന്ന് താഴേക്ക് വന്ന് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. DDMMYYYY എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം കറക്റ്റഡ് ആണ്. നമുക്കിവിടെ മറ്റൊരു ഡേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, നേരത്തെ ചെക്ക് ബോക്സ് ആഡ് ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.